ഓം ശാന്തി. ഗുഡ് ഈവനിങ്. നമുക്കാദ്യം ഒരു 5 മിനിറ്റ് ബാബയുടെ ഓർമ്മയിൽ ഇരുന്നിട്ട് തുടങ്ങാം. ഓം ശാന്തി. ഞാൻ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിനുള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമൂർത്തിയായ ആത്മാവാണ്. സത്യവും ചൈതന്യവുമായ ആത്മാവാണ് ഞാൻ. തന്റെ ദിവ്യമായ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതിർബിന്ദു രൂപത്തെ കണ്ടുകൊണ്ടിരിക്കും. ശാന്തസ്വരൂപമാണ്. ആത്മാവ് ശാന്തസ്വരൂപമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശം തരംഗങ്ങളായി 4 ഭാഗത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കും. ഒരു സെക്കൻഡിൽ ഞാൻ ആത്മാവ് മനസ്സും ബുദ്ധിയും കൊണ്ട് ഈ ദേഹത്തിൽ നിന്നും വേറിട്ട് ബ്രഹ്മലോകത്തിലെത്തുകയാണ്. ഞാനിപ്പോൾ ശിവബാബയുടെ അടുത്താണ്. തേജസ്വിയായ പ്രകാശബിന്ദു രൂപം ഈശ്വരൻ, പരംപിത, പരമാത്മാവ് ശിവബാബ. ബാബയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ മനസ്സും ബുദ്ധിയും ആ ഒന്നുമായി കണക്ട് ആകുന്നു.
ബാബയിൽ നിന്നും ആത്മാവിലേക്ക് കറന്റ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആത്മാവ് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്, റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പ്രകാശ കിരണങ്ങളുടെ ഒരു ഫൗണ്ടന് താഴെ ഇരിക്കുന്ന അനുഭവം ചെയ്യും. ഞാൻ സാകാര ലോകത്തിലേക്ക്, ശരീരത്തിലേക്ക് തിരിച്ചു വരും. ഞാൻ ഇരു പുരികങ്ങൾക്കും മധ്യേ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ചിന്തിക്കൂ, ഞാൻ ശക്തിശാലിയായ ആത്മാവാണ്, ഞാൻ ശാന്തസ്വരൂപമായ ആത്മാവാണ്. ഓം ശാന്തി. ഇന്ന് കർമ്മത്തിന്റെ ഗഹനഗതിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാലചക്രത്തില് ഇപ്പോൾ അങ്ങനെയുള്ളൊരു സമയം വന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയി പിന്നെ ഈ നാടകം 1 എന്ന് പറഞ്ഞ് ആവർത്തിക്കുന്ന ഒരു സമയം. ഭൂമി ഒരിക്കലും ഇല്ലാതാകുന്നില്ല, പ്രപഞ്ചം ഒരിക്കലും നശിക്കുന്നില്ല. ഇത് എന്നെന്നും ഉള്ളതാണ്, ഇത് ഇറ്റേണൽ ആണ്. 3 കാര്യങ്ങളാണ് അനാദിയായിട്ടുള്ളത്. ഒന്ന് ഈശ്വരൻ, മറ്റൊന്ന് ആത്മാവ്, പിന്നൊന്ന് ഈ പ്രപഞ്ചം. ഈ 3 അനാദിയായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ ഈ ഭൂമിയിലാണ് നമ്മൾ ഈ സാകാര ശരീരം, സാകാരം വെച്ചാൽ കോർപ്പറൽ, ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥൂലമായിട്ടുള്ളത് എന്നെല്ലാം പറയാം. ഈ സ്ഥൂല ശരീരം ധരിച്ച് പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ സത്യുഗം എന്ന് പറയുന്ന കാലഘട്ടം, ആ കാലഘട്ടമാണ് ഈ നാടകത്തിന്റെ തുടക്കം. കലിയുഗം ആകുമ്പോൾ ഇതിന്റെ അവസാനമായി എന്ന് പറയും. ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. അപ്പൊ നാടകത്തിന്റെ അവസാനം എല്ലാവർക്കും തിരിച്ചു വീട്ടിലേക്ക് പോകണം. ബ്രഹ്മലോകമാണ് എല്ലാ ആത്മാക്കളുടെയും വീട്. എല്ലാ ആത്മാക്കളും അവിടെയാണ് വസിക്കുന്നത്. ആത്മാക്കൾ ഒരിക്കലും നശിക്കുന്നില്ലല്ലോ. അപ്പൊ ആത്മാക്കളെല്ലാം ബ്രഹ്മലോകത്താണ് വസിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാ മനുഷ്യരും മനുഷ്യനായിട്ടേ ജന്മം എടുക്കുന്നുള്ളൂ. എല്ലാ മനുഷ്യ ആത്മാക്കളുടെ അവിടെ ശരീരമില്ല. ബ്രഹ്മലോകത്തിൽ പ്രകാശ ബിന്ദുവായിട്ടാണ് ആത്മാക്കൾ വസിക്കുന്നത്. ഇനി ഈ ബ്രഹ്മലോകത്തിൽ നിന്നും സൃഷ്ടി നാടകവേദിയിലേക്ക് നമ്മൾ പാർട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അങ്ങനെ
എല്ലാ അഭിനേതാക്കളും ബ്രഹ്മലോകത്തിൽ നിന്നും ഈ സാകാര മനുഷ്യ ലോകത്തിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് വന്നേ പറ്റൂ. കാരണം ആത്മാവ് എന്ന് പറഞ്ഞാൽ തന്നെ അഭിനേതാവാണ്. ചെറുതോ വലുതോ ആയിട്ടുള്ള റോള് എല്ലാവർക്കും ഉണ്ട്, പാർട്ട് എല്ലാവർക്കും ഉണ്ട്. ഓരോരുത്തരും അവരവരുടെ ക്യാരക്ടർ പ്ലേ ചെയ്തേ പറ്റൂ. ചിലര് പറയും ഞങ്ങൾക്ക് വരിയേ വേണ്ട, ബ്രഹ്മലോകത്തിൽ തന്നെ ഇരുന്നാൽ മതി. പറ്റില്ല. കാരണം ആത്മാവ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സ്, ബുദ്ധി, സംസ്കാരമാണ്. ഈ സംസ്കാരത്തെ നമുക്ക് വേണമെങ്കിൽ പറയാം പാർട്ട്. ആത്മാവ് ശരീരത്തിൽ കൂടി പ്ലേ ചെയ്യാണ്. ആത്മാവ് ശരീരത്തിൽ കൂടിയാണ് ക്ഷമയുടെ ആണെങ്കിലും സഹനശീലത, മധുരത, ദിവ്യത ഈ എല്ലാം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഏതാണെങ്കിലും ശരി, ആത്മാവിന് ശരീരത്തിൽ കൂടി മാത്രമേ പാർട്ട് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആത്മാവെന്ന് പറയുന്ന അസ്തിത്വം എന്നെന്നും ഉള്ളതാണ്. അതുകൊണ്ട് ഓരോ ആത്മാവിനും ബ്രഹ്മലോകത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നേ പറ്റൂ. കാരണം അതൊരു അസ്തിത്വമാണ്, എൻറ്റിറ്റിയാണ്. ആ എൻറ്റിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെ എങ്ങനെ അറിയാൻ പറ്റുന്നത്? ശരീരത്തിലേക്ക് വന്ന് പാർട്ട് അഭിനയിക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ശരീരത്തിൽ വരുന്നു, ഇവിടെ വന്ന് പുനർജന്മങ്ങൾ എടുക്കുന്നു, പിന്നെ തിരിച്ച് ബ്രഹ്മലോകത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പൊ നമ്മൾ എല്ലാവരും ബ്രഹ്മലോകത്തിൽ നിന്നും ഈ സൃഷ്ടി നാടകവേദിയിലേക്ക് വന്നപ്പോൾ വളരെ പവിത്രമായിരുന്നു. ആ ഒരു സ്ഥിതിയാണ് പറയുന്നത് സതോ പ്രധാന സ്ഥിതി. ആത്മാവിന്റെ ഈ ഏറ്റവും ക്വാളിറ്റിയുള്ള അവസ്ഥ. പുനർജന്മങ്ങൾ എടുത്തെടുത്ത് ദ്വാപരയുഗത്തിലേക്ക് എത്തിയപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ ശരീരബോധത്തിലേക്ക് വരാൻ തുടങ്ങി. ശരീരബോധത്തിലേക്ക് വന്ന് ആത്മാവിൽ വികാരങ്ങളുടെ കലർപ്പ് വന്നു. ഇതിനെയാണ് സ്വർണത്തിൽ മായം ചേർക്കുക എന്ന് പറയുന്നത്. പ്യുർ ഗോൾഡ് ആയിരുന്ന ആത്മാവ് സ്വർണ്ണമൊന്നുമല്ല, പക്ഷെ സ്വർണമായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. അത്രയും പവിത്രമായിരുന്ന ആത്മാവ് പുനർജന്മങ്ങൾ എടുത്തു വന്നപ്പോൾ ശരീരത്തിന്റെ ബോധത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, ഭയം, ആലസ്യം ഇങ്ങനെയുള്ളതൊക്കെ വരാനായിട്ട് തുടങ്ങി. അപ്പോ ഇനി ഇതെല്ലാം ഇങ്ങനെ ശരീരബോധത്തിലേക്ക് വന്ന് ചെയ്യുന്ന കർമ്മങ്ങള് പാപത്തിന്റെ കണക്കിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുറെ പാപത്തിൻ്റെത് ചെയ്തിട്ടുണ്ട്. പുണ്യത്തിന്റെയും നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിന്റെയും ഫലം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. പാപകർമ്മത്തിന്റെയും ഫലം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ഓരോ ജന്മത്തിൽ ചെയ്യുന്നതും അതാത് ജന്മത്തിൽ കുറെയൊക്കെ തീരുന്നുണ്ട്. പക്ഷെ തീരാത്തത് അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. എന്തായാലും ആത്മാവാണ് ചെയ്തത്, അതുകൊണ്ട് ആത്മാവ് തന്നെയാണ് അത് ക്ലിയർ ചെയ്യേണ്ടതും. ശരീരം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ശരീരത്തിൽ കൂടി ഇതെല്ലാം ചെയ്യുന്നത്, പാർട്ട് അഭിനയിക്കുന്നത് ആത്മാവാണ്. അതുകൊണ്ട് പുനർജന്മങ്ങൾ എടുത്ത് ആത്മാവിനത് തീർക്കുക തന്നെ വേണം. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യേണ്ട സമയമാണ്. കാരണം തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട സമയമാണ്. പോകുന്നതിന് മുൻപ് എങ്ങനെയാണോ നമ്മൾ ബ്രഹ്മലോകത്തിൽ നിന്നും വന്നത്, അതിനെ പറയും സതോ പ്രധാന സ്ഥിതി. ആ സതോ പ്രധാന സ്ഥിതിയിൽ തന്നെ നമുക്ക് തിരിച്ചു പോകണം. സാധാരണ പറയാറില്ലേ, വെറും കൈയോടെ വന്നു, വെറും കൈയോടെ പോകണം. അതിന്റെ അർത്ഥം എന്താണ്? ആത്മാവ് ബ്രഹ്മലോകത്തിൽ നിന്നും വന്നപ്പോൾ പ്രത്യേകിച്ച് അക്കൗണ്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അക്കൗണ്ട് ഏതിനെയാ പറയുന്നത്? പാപത്തിൻ്റെത്, സതോ പ്രധാനമായി. പിന്നെ നമ്മൾ ശരീരബോധത്തിലേക്ക് വന്നപ്പോഴാണ് ഈ കണക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ബന്ധങ്ങളെല്ലാം കിട്ടാൻ തുടങ്ങിയത് അല്ലേ? ഈ ഭൂമിയിൽ വന്നപ്പോ. കാരണം ശരീരം ഇവിടെയാണല്ലോ ഉള്ളത്. സത്യുഗം മുതൽക്കേ നമുക്ക് ബന്ധങ്ങളുണ്ട്. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്. പക്ഷെ സത്യുഗത്തിലും ത്രേതായുഗത്തിലുമുള്ള ബന്ധങ്ങളുടെ പ്രത്യേകത, ആ ബന്ധങ്ങളിൽ കൂടി നമുക്ക് സുഖമാണ് കിട്ടിയിരുന്നത്. കാരണം എന്താണ്? ആത്മബോധത്തിലായിരുന്നു നമ്മൾ അവിടെ.
ദേഹബോധത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് ഇതെല്ലാം പിന്നെയും പറയണ ഗ്രാജ്വലി ആണ്. ദ്വാപരയുഗമത്തി ഒറ്റയടിക്ക് അങ്ങോട്ട് ശരീരബോധത്തിലേക്ക് വന്നു, അങ്ങനെയല്ല. പക്ഷെ പതുക്കെ പതുക്കെ. അപ്പൊ ഈ ശരീരബോധത്തിലേക്ക് അല്ലെങ്കിൽ ദേഹബോധത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ബന്ധങ്ങളിൽ കൂടിയും ആത്മാവിന് ദുഃഖമുണ്ടാകാൻ തുടങ്ങിയത്. അപ്പൊ അതിനെ പറയുന്നു കർമ്മബന്ധനം. ഒന്ന് പറയാറുണ്ട് കർമ്മ സംബന്ധം. കാരണം അതിൽ കൂടി നമുക്ക് സുഖമാണ് കിട്ടിയിരുന്നത്. അതാണ് സത്യയുഗവും ത്രേതായുഗവും. ദ്വാപര കലിയുഗത്തിലെ കർമ്മബന്ധനം. നമ്മൾ ചെയ്ത കർമ്മം നമ്മളിൽ കൂടി പല ആത്മാക്കൾക്കും ഉണ്ടായിട്ടുള്ള ദുഃഖങ്ങള്, വേദനകള്. ഞാനിപ്പോ ക്രോധം എന്ന വികാരത്തിന് വശപ്പെട്ടൊരു കർമ്മം ചെയ്തു. ആ ക്രോധത്തിന് വശപ്പെട്ട് കർമ്മം ചെയ്തപ്പോൾ ആത്മാവാകുന്ന ഞാൻ മാത്രമല്ല ദുഃഖിക്കുന്നത്, ഞാൻ ആരോടാണോ ക്രോധിക്കുന്നത് ആ ആത്മാവും വേദനിക്കുകയാണ്. അപ്പോൾ ഞാനെന്ന് പറയുന്ന ആത്മാവ് ആ ആത്മാവുമായിട്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചു. ആ അക്കൗണ്ട് എന്താണ്? ദുഃഖത്തിന്റെയാണ്, അല്ല വേദനയുടേതാണ്. ഞാൻ വേദന കൊടുത്തു, ദുഃഖം കൊടുത്തു. അപ്പൊ എന്താണോ ഞാൻ കൊടുത്തത് അതെനിക്ക് തിരിച്ചു വരും. അതുപോലെ നമ്മൾ സുഖത്തിന്റെയും കൊടുത്തിട്ടുണ്ട്, സന്തോഷത്തിൻ്റെതും കൊടുത്തിട്ടുണ്ട്. സന്തോഷമാണ് ഞാൻ കൊടുത്തെങ്കിൽ തിരിച്ചത് സന്തോഷത്തിന്റെ രൂപത്തിൽ തന്നെ എൻ്റെ അടുത്തേക്ക് വരും. മനസ്സുകൊണ്ട് കൊടുത്തിട്ടുള്ളത് മനസ്സുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരും. ചിലപ്പോൾ നമ്മൾ ശാരീരികമായിട്ട് വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്, ദുഃഖിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ രീതിയിൽ നമ്മുടെ അടുത്തേക്ക് വരും, മാനസികമായിട്ടുള്ള രീതിയിലും വരുന്നു. കാരണം ഇതെല്ലാം അനുഭവം ചെയ്യുന്നത് ആത്മാവാണ്, ശരീരമല്ല. ശരീരത്തിൽ കൂടി അനുഭവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഈ കർമ്മത്തിന്റെ അക്കൗണ്ടുകള് നമ്മൾ ഉണ്ടാക്കി വെച്ചത്, ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചത്, അതിനെ സെറ്റിൽ ചെയ്യേണ്ട സമയമാണ്. ഓക്കെ. അപ്പോ നമുക്ക് കർമ്മത്തിന്റെ അക്കൗണ്ടിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മാർഗമുണ്ട്, രണ്ട് ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ സന്തോഷത്തോടുകൂടി ബാബയുടെ ഓർമ്മയിൽ ക്ലിയർ ചെയ്യാം. അല്ല എങ്കിൽ അയ്യോ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാം. എന്തുകൊണ്ട് ഇതെന്താ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നത്? കർമ്മത്തെ പഴിചാരി, അല്ലെങ്കിൽ ഈശ്വരനെ പഴിചാരി, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ പഴിചാരി വേദനിച്ച് വേദനിച്ച് തീർക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. എല്ലാവരും തിരഞ്ഞെടുക്കാൻ ഏത് ഓപ്ഷനായിരിക്കും ആഗ്രഹിക്കുന്നത്? സന്തോഷത്തോടുകൂടി ക്ലിയർ ചെയ്യണോ അതോ വേദനിച്ച് വേദനിച്ച് ക്ലിയർ ചെയ്യണോ? നമുക്ക് സന്തോഷത്തോടു കൂടി ബാബയുടെ ഓർമ്മയിൽ ക്ലിയർ ചെയ്യാം, അല്ലെ? ബാബ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്. പരമാത്മാവിന്റെ ഓർമ്മയിൽ കൂടി ക്ലിയർ ചെയ്യാലോ. എന്തായാലും നമ്മൾ കൊടുത്തിട്ടുള്ളത് തിരിച്ചു വരും. അപ്പോ സുഖത്തിന്റെ പുണ്യത്തിന്റെ അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് തന്നെ വന്നോളൂ. പാപത്തിന്റെയാണ് നമുക്ക് തീർക്കേണ്ടത്. അപ്പൊ ഈ പാപത്തിന്റെ കണക്കുകള് നമ്മുടെ മുന്നിൽ കർമ്മഫലത്തിന്റെ രൂപത്തിൽ മുഖ്യമായിട്ടും ക്ലിയറൻസിന് വേണ്ടിയിട്ട് മുഖ്യമായിട്ട് 3 രീതിയിലാണ് വരുന്നത്. അനേകം രീതികളിൽ കൂടി വരുന്നുണ്ട്, പക്ഷെ അതിൽ മുഖ്യം 3 രീതികളാണ്. ഒന്ന്, ബന്ധങ്ങൾ തമ്മിലുള്ള ഒരസൽ, ബന്ധങ്ങളിൽ കൂടിയുള്ള ദുഃഖം, ചേർച്ചയില്ലായ്മ, ഇത്. രണ്ടാമത്തേത് ശാരീരിക രോഗങ്ങൾ. മൂന്നാമത്തേത് ഫൈനാൻഷ്യൽ പ്രോബ്ലം. ഈ 3 രീതിയിലാണ് മുഖ്യമായിട്ട് വരുന്നത്. മറ്റനേകം രീതികൾ ഉണ്ട് കേട്ടോ, പക്ഷെ ഇത് മുഖ്യമായിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ മെജോറിറ്റിയിലും കണ്ടുവരുന്നതാണ്. എല്ലാവർക്കും ഈ 3 ഏതെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ റിട്ടേൺ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പകുതി നമുക്ക് ആശ്വാസം കിട്ടും. മറ്റേതല്ല എങ്കിൽ എന്താ ഉണ്ടാകുന്നത്? ഒരു ഭാഗത്ത് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അനുഭവിക്കുന്ന വേദന, ഇതിന്റെ റീസൺ എന്താണെന്ന് അറിയാത്തത് കാരണം നമ്മൾ മറ്റുള്ളവരെ പഴിചാരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവത്തെ, ഈശ്വരനെ പഴിചാരുന്നു. അപ്പോഴും
നമുക്കുള്ളിലൊരു സുഖമില്ല. കാരണം എന്താ അത്? ഇപ്പൊ ഞാൻ ഒരു ബുദ്ധിമുട്ടും ആർക്കും കൊടുക്കുന്നില്ല, എന്നിട്ടും എനിക്കെന്താ ഇങ്ങനെ? പല രീതിയിലുള്ള ദാനങ്ങളും അതും ഇതൊക്കെ ചെയ്യുന്നു, എന്നിട്ടും എന്താ ഇങ്ങനെ? അപ്പൊ ആ ചോദ്യത്തിൽ ഇങ്ങനെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഉത്തരം ഇതാണ്, ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതിന്റെയാണ് തിരിച്ചെന്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ എങ്ങനെയുള്ള ഊർജമാണോ കൊടുത്തത്, തിരിച്ചെന്റെ അടുത്തേക്ക് ആ രീതിയിലുള്ള ഊർജമാണ് വരുന്നത്. ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ഒരു തീരുമാനം എടുക്കുക. ഓരോരുത്തരും സ്വയം തന്നെ ഒരു തീരുമാനം എടുക്കുക, ഉള്ളിലൊരു ദൃഢസങ്കല്പം എടുക്കുക. എനിക്ക് എന്റെ മുന്നിൽ വരുന്നതിനെ സന്തോഷത്തോടു കൂടി ബാബയുടെ ഓർമ്മയിൽ ജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യണം. എനിക്ക് വേദനിച്ചുകൊണ്ട് വേണ്ട. വേദനിക്കുക മാനസിക വേദനയാണ്. ശിക്ഷകളിൽ കൂടി ക്ലിയർ ചെയ്യാന്ന് അതിനെ പറയും. ഒന്ന് സന്തോഷത്തോടു കൂടി ക്ലിയർ ചെയ്യുന്നു, മറ്റേത് ശിക്ഷകൾ അനുഭവിച്ച് തീർക്കുന്നു. ശിക്ഷകൾ എന്ന് പറഞ്ഞാൽ അടിയിടിയൊന്നും അല്ല. ശിക്ഷ എന്ന് പറഞ്ഞാൽ അടിയിടി അല്ല, പുറമേ കാണുന്നതല്ല, മാനസികമായിട്ടുള്ള വേദന. നമ്മൾ കഥകളിലൊക്കെ കേട്ടിരിക്കുന്നത് ശിക്ഷ കിട്ടുന്നത് നരകത്തില് നൂൽപാലത്തിൽ കൂടി നടത്തിക്കും, താഴെ തിളച്ചു മറയുന്ന എണ്ണയാണ്. ചിലപ്പോ ഇങ്ങനെ കേൾക്കുന്ന ഒരു നദിയിലേക്ക് തള്ളിയിടും. ആ നദിയിലെ വൈതരണി നദി എന്നാണ്. അതില് തേള്, എട്ട് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അതെല്ലാം ഇങ്ങനെ രക്തം ഊറ്റി ഊറ്റി കുടിക്കും. പിന്നെ എണ്ണയിലിട്ട് വറുത്തു കോരിയെടുക്കും പാമ്പുകളുടെ ഇടയിലേക്ക്. ഇങ്ങനെയൊക്കെയാണ് നരകത്തില് വർണ്ണിക്കുന്നത്. ഈ രീതിയിലാണ് ശിക്ഷ അനുഭവിക്കുന്നതെന്നാണ് പലരും വിചാരിക്കുന്നത്. അതും ആത്മാവ് ദേഹം വിട്ടു കഴിഞ്ഞിട്ട്, മരിച്ചു കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ സ്വർഗത്തിൽ പോകുന്നു അല്ലെങ്കിൽ നരകത്തിൽ പോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം നരകം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ 2 കാലഘട്ടമാണ്. സത്യയുഗം, ത്രേതായുഗം എന്ന് പറയുന്ന കാലഘട്ടത്തെ സ്വർഗം എന്ന് പറയുന്നു. അത് ഏറ്റവും ഉയർന്നതായതുകൊണ്ട് അതിനെ മുകളിലായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. അല്ലാതെ സ്വർഗം എന്ന് പറയുന്നത് ഭൂമി മുകളിൽ, സ്വർഗം എന്ന് പറയുന്നത് മുകളിലല്ല, ഭൂമിയിൽ തന്നെയുള്ള കാലഘട്ടം. ഈ ദ്വാപര കലിയുഗത്തെയാണ് നരകം എന്ന് പറയുന്നത്. അതിൽ തന്നെ കലിയുഗത്തെ ഘോര നരകം എന്ന് പറയുന്നു. ഇവിടെ മനുഷ്യൻ മാനസികമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളെയാണ് ഈ പറയുന്നത് നരകത്തിലെ ശിക്ഷകൾ, അല്ലെ? ശരീരത്തിന്റെ വേദനയേക്കാൾ ഇന്ന് എല്ലാവരും മനസ്സിന്റെ വേദനയല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിന്റെ വേദന പിന്നെയും ആരോടെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ മരുന്നുകൊണ്ടോ ഏതെങ്കിലും വഴി നമുക്ക് ഒന്ന് കുറയ്ക്കാനോ അതിനൊക്കെ സാധിക്കും. പക്ഷെ മനസ്സിന്റെ വേദന അത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏതൊരു കർമ്മത്തിന്റെയും നോക്കൂ, നമ്മുടെ മുന്നിൽ വരുന്നതിനെ നമ്മൾ തന്നെ ക്ലിയർ ചെയ്യണ്ടേ? നമുക്ക് തന്നെയല്ല അനുഭവിക്കേണ്ടി വരുന്നത്. മറ്റുള്ളവർക്കൊരു സപ്പോർട്ട് തരാനായിട്ട് പറ്റും, ഓക്കെ. പക്ഷെ അതിനെ തീർക്കേണ്ടതും എല്ലാം ഞാൻ തന്നെയാണ്. ഈ ഒരു രഹസ്യം നമ്മളിപ്പോ മനസ്സിലാക്കുക. നമ്മൾ കർമ്മത്തെയും പഴിചാരേണ്ട കാര്യമില്ല. ഏതോ ഒരു കർമ്മത്തിന്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോകാനുള്ളതാ നോക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കാം. എങ്ങനെ നമുക്ക് സന്തോഷത്തോടു കൂടി ക്ലിയർ ചെയ്യാം, എങ്ങനെയാണ് ശിക്ഷകളിൽ കൂടി ക്ലിയർ ചെയ്യുന്നതെന്നുള്ളത്, അത് ഏത് രീതിയിലാണെന്നുള്ളത്. ഇപ്പൊ ബന്ധങ്ങൾ തമ്മിലുള്ള ഉരസൽ നേരത്തെയും പറഞ്ഞു. മുഖ്യമായിട്ട് 3 രീതിയിലാണ് അക്കൗണ്ട് സെറ്റിൽമെന്റിൻ്റെത് വരുന്നത്. അതിലൊന്ന് ബന്ധങ്ങൾ തമ്മിലുള്ള ഉരസലാണ്. ഇത് കലിയുഗത്തിന്റെ അവസാന സമയമായതുകൊണ്ട്, നമുക്ക് എല്ലാവർക്കും തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട സമയമായതുകൊണ്ട്, അക്കൗണ്ട് സെറ്റിൽമെന്റിന്റെ സമയമായതുകൊണ്ട് ഇത് നമ്മുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, സപ്പോസ് വിചാരിക്കൂ, നമുക്ക് ആരെങ്കിലും ഇപ്പൊ വീട്ടിൽ തന്നെ 2 പേര് തമ്മിൽ ഒരു ഉദാഹരണം എടുക്കുകയാണ്, ഒരു റിലേഷൻഷിപ്പിന്റെ ഉദാഹരണം എടുക്കുകയാണ്. ഇപ്പോ അമ്മയും മകനും തമ്മിൽ ചേരുന്നില്ല. അമ്മയ്ക്ക് മകനെ കുറിച്ച് ഓർത്ത് എപ്പോഴും ടെൻഷനാണ്. ഇത് ഉരസലിലെ ടെൻഷന്റെ കാര്യം ആദ്യം എടുക്കാം.
പിന്നെ അടുത്ത് നമുക്ക് ഒരസലിന്റെ എടുക്കാം. ടെൻഷനാണ്. ഇത് ഏത് ബന്ധത്തിന്റെ ആണെങ്കിലും പറയാണ്ട്, പക്ഷെ ഒരു ഉദാഹരണം എടുത്ത് പറയാണ്. അമ്മയ്ക്ക് കുട്ടിയുടെ ഓരോ കാര്യത്തിലും ടെൻഷനാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് വരും ഈ മകൻ. അപ്പോ ടെൻഷനാണ്, എപ്പോഴും ടെൻഷൻ. ഈ ടെൻഷൻ വരുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഈ ചിന്തകളാണല്ലോ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോ നെഗറ്റീവ് എനർജിയാണ് ആ ആത്മാവിലേക്ക് പോകുന്നത്. മകൻ എന്ന് പറയുന്നതും ഒരു ആത്മാവ് തന്നെയാണ്. അപ്പൊ നെഗറ്റീവ് എനർജിയാണ് പോകുന്നത്, അല്ലെ? ഇപ്പോ ഈ ബന്ധങ്ങൾ വരുന്നത് തന്നെ ആത്മാവ് നേരത്തെ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഇതിനനുസരിച്ചാണ്. ഇത് PLR എന്ന് പറഞ്ഞ ഒന്നുണ്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. ഇതിൽ വ്യക്തിയെ അവരുടെ കഴിഞ്ഞ ജന്മങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കൂടുതലായിട്ടും ഈ സമയത്ത് ചിലരുണ്ട് എപ്പോഴും അവർക്ക് ഇന്നൊരു കാര്യത്തിൽ ദുഃഖം. എന്താ കാരണം എന്ന് മനസ്സിലാവണില്ല. ഒരു എന്ത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താലും നഷ്ടം തന്നെ നഷ്ടം, ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇത് വരുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് അറിയാനായിട്ട് ചിലർ PLR നടത്തുന്നു, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുന്നു. നമുക്കത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത്രയും മനസ്സിലാക്കാൻ, നമ്മുടെ മുന്നിൽ വരുന്നത് കർമ്മത്തിൻ്റെതാണ്. ആ കർമ്മത്തിനെ ഈ സമയത്ത് മനസ്സിലാക്കിയിട്ട് ബാബയുടെ ഓർമ്മയിൽ കൂടി ക്ലിയർ ചെയ്യുക. സംയമനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. വിഷമിക്കാതിരിക്കുക ഒരു കാര്യത്തിൽ. ആത്മാവെന്നുള്ള തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോവുക. ബാബ കൂടെയുണ്ട് എന്നുള്ള സത്യമായ ജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെയാണ് ഈ സമയത്ത് നമ്മൾ ഇതിനെല്ലാം ക്ലിയർ ചെയ്ത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ. ഈ PLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ ആത്മാവാണ്. ആത്മാവിലാണ് എന്തുള്ളത്? എല്ലാം റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? എല്ലാം റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നത് ആത്മാവിലാണ്. അപ്പം പാസ്റ്റ് ലൈഫിന്റെ ആണെങ്കിൽ ആത്മാവിൽ റെക്കോർഡഡ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതിനു മുൻപത്തെ ജന്മത്തിലാണെങ്കിൽ ആത്മാവിൽ അത് കിടക്കുന്നുണ്ട്. പക്ഷെ ഓരോ ജന്മം എടുക്കുമ്പോഴും പാസ്റ്റിലേത് മറക്കുന്നു എന്ന് മാത്രം. കാരണം ആ ശരീരം വിട്ട് ആ ശരീരത്തെ ദഹിപ്പിച്ചു അല്ലെങ്കിൽ കുഴിച്ചിട്ട് എന്താണോ അത് ചെയ്തു കഴിഞ്ഞു. പിന്നെ വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞതെല്ലാം മറക്കുകയാണ്. കാരണം ആ ബന്ധങ്ങൾ അതെല്ലാം തീർന്നല്ലോ, അതുകൊണ്ട് മറക്കുന്നു. പിന്നെ മുന്നോട്ടുള്ള ജേണിയാണ്. ഈ PLR ചെയ്യുന്ന ഇത് കൂടുതലായിട്ട് ഈ വിദേശത്താണ് ഇതിന്റെ റിസർച്ച് ഒക്കെ നടത്തുന്നത്. അപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. ഈ ഡോക്ടർ രമൺ മോഡി എന്നാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡോക്ടറിന്റെ പേര്. അപ്പൊ ഇതില് ഈ PLRന്റെ റിസർച്ച് നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിലും കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. കാരണം ഇവരെ പാസ്റ്റ് ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവർ പല ഭാഷകളായിരിക്കും പറയുന്നത്. ഇന്ന് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നു, കാരണം ഞാൻ കേരളത്തിലാണ് ജന്മം എടുത്തിരിക്കുന്നത്. ഞാൻ ആത്മാവ് ഇവിടെയാണ് ഈ ശരീരം എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഭാഷ ഇതാണ്, അല്ലേ? എവിടെയാണോ നമ്മൾ വളരുന്നത്, ഏതാണോ ശീലിക്കുന്നത്, അതിനനുസരിച്ച് പഠിച്ചു വരുന്നതാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ജന്മത്തില് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ആ ഭാഷയായിരിക്കും എനിക്കറിയാം. ജന്മം അവിടുത്തെ മരിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്തതിലേക്ക് വരുമ്പോൾ നമ്മൾ അത് മറക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആത്മാവിൻ്റെ ഉള്ളിൽ ആ സംസ്കാരം ഉണ്ടായിരിക്കും. അപ്പോ ഈ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സില് ബ്രഹ്മകുമാരീസില് ഒരു ഡോക്ടർ ഉണ്ട് ഈ PLRന്റെ ഇതില്. അപ്പോ ആ ഡോക്ടർ മൗണ്ട് ആബുവില് വരുമ്പോൾ, ബ്രഹ്മകുമാരീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് മൗണ്ട് ആബു, രാജസ്ഥാൻ. ഇന്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അപ്പൊ അവിടെ ഈ ഡോക്ടർ വരുമ്പോൾ ഇതിന്റെ
അനുഭവം പറയാറുണ്ട് PLRന്റെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു പറഞ്ഞതിൻ്റെ ഇതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ PLR എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവരുടെ പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പിൻ മീൻസ് മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുകയാണ്, ഒരു 10 വർഷം മുമ്പുള്ള കാര്യങ്ങളൊന്ന് ഓർമ്മിക്കൂ എന്നാൽ നമുക്ക് ഓർമ്മിക്കാൻ പറ്റില്ലേ? 20 വർഷം മുമ്പുള്ളത് ഓർമ്മിക്കാൻ പറയുകയാണെങ്കിൽ അത് നമുക്ക് സാധിക്കും, ഓർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇപ്പോഴത്തെ എല്ലാം മറന്നിട്ട് ആ ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് ഓർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോ നിങ്ങളുടെ വയസ്സ് 50 വയസ്സാണെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ പറയുകയാണ് 60 വർഷം മുമ്പുള്ള കാര്യങ്ങൾ ഓർമ്മിക്കൂ. അപ്പോ ആ 60 വർഷം എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ ജന്മത്തിലാണ്. ഈ PLRന്റെ ഇത് വെച്ചിട്ട് അവരെ മനസ്സിന്റെ ആ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഈ ഇത് നടത്തിയപ്പോൾ ഒരിക്കല് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഇതുപോലെ നടത്തി. ഇതിലെല്ലാത്തിലും തന്നെ മനുഷ്യനായിട്ടേ ജന്മം എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരിക്കലും മനുഷ്യൻ മൃഗങ്ങളായിട്ട്, പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ ഒന്നും ജനിക്കുന്നില്ല. ഇത് മനുഷ്യൻ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലം മൃഗതുല്യമായിട്ട് വേണമെങ്കിൽ വരാം എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യന്റെ വിവേകം നഷ്ടപ്പെടുമ്പോഴാണല്ലോ മൃഗത്തിന് തുല്യമായി മാറുന്നത്. മനുഷ്യനെയും മൃഗത്തെയും തമ്മിൽ വേർതിരിക്കുന്ന എന്താണ്? വിവേകം. അല്ലാതെ നദിചത്ത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജ്ഞാനപ്പാനയിലൊക്കെ കേട്ടിട്ടുള്ളത് പോലെ മനുഷ്യനായിട്ടേ ജന്മം എടുക്കുന്നുള്ളൂ. ഓരോ വർഗത്തിൽപ്പെട്ടതും അതാത് വർഗത്തിൽ മാത്രമേ ജനിക്കുന്നുള്ളൂ. ഞാൻ ഇന്ത്യൻ ആകാം, അമേരിക്കൻ ആകാം, ഇറ്റാലിയൻ ആകാം, അതെവിടെയാണോ ആത്മാവിന് കണക്കുള്ളത് അവിടെ പോയിട്ട് ജന്മം എടുക്കും. ബാക്കി മനുഷ്യനായിട്ടേ ജന്മം എടുക്കുള്ളൂ. സ്ത്രീ പുരുഷനായിട്ട് മാറി മാറി ജന്മം എടുക്കാം. അപ്പോ ഈ PLRലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും മനുഷ്യനായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരിക്കൽ അവരോട് ചോദിച്ചു, ഒരു റിസർച്ചിന്റെ ഇതായിട്ട് കുറച്ച് കൂട്ടരോട്. അപ്പൊ അതില് മെജോറിറ്റി പേരും പറഞ്ഞതിന്റെയാണ്, അത് വെച്ചിട്ടാണ് പറയുന്നത്. അവരോട് ചോദിച്ചു, ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് എന്താ സംഭവിക്കുന്നത്? മരണത്തിനും ജനനത്തിനും ഇടയ്ക്ക്. ആത്മാവ് ദേഹം വിട്ടു, അടുത്ത ശരീരം എടുത്തിട്ടില്ല. അതിനു മുൻപായിട്ട് പറഞ്ഞാൽ അടുത്ത ഗർഭത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതിനു മുൻപായിട്ട് ആ ഇടയ്ക്കുള്ള പീരീഡിൽ എന്താണ്? അപ്പൊ അവര് പറഞ്ഞത്, ഞങ്ങൾ ഒരു പ്രകാശത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ആ പ്രകാശത്തിന്റെ അടുത്തിരിക്കും. കാരണം അവർക്ക് അങ്ങനെ ഫീലിംഗ് ഉണ്ടാകുകയാണ്, നമ്മളൊരു പ്രകാശത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണെന്ന്. ആ പ്രകാശം അത്രയും സ്നേഹമാണ് തരുന്നത്, അത് ഈശ്വരനാണ്. അപ്പൊ അവരോട് ചോദിച്ചു, അത് ഈശ്വരനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ ഇത്രയും സ്നേഹം തരാനായിട്ട് വേറെ ആർക്കും സാധിക്കില്ല, ഈശ്വരനെ പറ്റുള്ളൂ. അപ്പൊ ആ പ്രകാശത്തിന്റെ അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആ സ്നേഹത്തിന്റെ ഫൗണ്ടന് താഴെ ഇരിക്കുന്ന പോലെയാണ്. അത്രയും സ്നേഹം. ആ സ്നേഹത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റുകളുടെ റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും മനസ്സിലാവുന്നു. എല്ലാം ഞങ്ങളുടെ മുന്നിൽ കൂടി ഇങ്ങനെ ഒരു റീല് കടന്നു പോകുന്നത് പോലെ കടന്നു പോകുന്നു. ഞങ്ങൾക്ക് സ്പഷ്ടമാകുകയാണ്, ഇന്നതൊക്കെ ചെയ്തു. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, ഇതൊക്കെ ഞാൻ ചെയ്തതാണോ? കാരണം ആ ഒരു പ്യുവർ സ്നേഹത്തിന്റെ ഉള്ളിലിരിക്കുമ്പോൾ ഇതെല്ലാം സ്പഷ്ടമാവുകയാണ്. അപ്പോ സ്നേഹത്തിൽ അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൗണ്ടന് താഴെ ഇരിക്കുന്നത് ഇത് റിയലൈസേഷൻ ഉണ്ടാകുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഈ ഒരു റിയലൈസേഷൻ കൂടി തോന്നുകയാണ്, ഞാൻ ഉണ്ടാക്കി വെച്ചതാണല്ലോ ഇതെല്ലാം, ഇങ്ങനെയൊക്കെ തെറ്റുകൾ ചെയ്തല്ലോ. അപ്പൊ ഇതെല്ലാം എനിക്കിനി തീർക്കണം. അപ്പൊ ദേഹം വിട്ടു, ഇനി അവിടെ പോയിട്ട് തീർക്കാൻ പറ്റില്ലല്ലോ. ഇനി ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് തീർക്കണം എന്നുള്ളത് ആത്മാവിന് തോന്നുകയാണ്. അപ്പൊ ഇത് തീർക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്?
അതിനുശേഷം അവർ പറയാണ്, ഞങ്ങൾ വന്നിട്ട് മനസ്സിലാക്കാൻ ഇത് തീർക്കാൻ എന്ത്, കാരണം ഞങ്ങൾക്ക് റിയലൈസേഷൻ ഉണ്ടായി ഇന്ന തെറ്റുകൾ ചെയ്തു, ഇനി അത് തീർക്കണം എന്നുള്ളത് ആത്മാവിനുള്ളിന്റെ ഉള്ളിൽ നിന്ന് വരികയാണ്. അപ്പോ ഇത് തീർക്കാനായിട്ട് ഞാൻ ഇനി എവിടെയാണ് ജന്മം എടുക്കേണ്ടത്, അങ്ങനെ ആരൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കി വച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എവിടെ ചെന്ന് ജന്മം എടുക്കുകയാണ് എങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും, അത് മനസ്സിലാക്കുന്നു. എത്ര സമയം വേണ്ടി വരും ഇത് ക്ലിയർ ചെയ്യാനായിട്ട്? ഏകദേശം, അതായത് ആയുസ് തീരുമാനിക്കുന്നു. ഈ സമയത്ത് മുതൽ എത്ര വർഷം എടുക്കും ഏകദേശം ഇത് സെറ്റിൽ ചെയ്യാനായിട്ട്, ഞാൻ ഇന്നവരുമായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചത് തീർക്കാനായിട്ട് എത്ര സമയം ഏകദേശം എടുക്കും? അപ്പൊ അവിടെ ആയുസ് തീരുമാനിക്കുകയാണ്. ഇന്ന് മുതൽ എപ്പോ അവിടെ പോയിട്ട് പോകണം, എപ്പോൾ അവിടെ നിന്ന് ഇത് തീർത്തിട്ട് പോകണം, ഇതെല്ലാം തീരുമാനിക്കുന്നു. അപ്പൊ അവരോട് ചോദിച്ചു, ഈശ്വരനാണോ നിങ്ങൾ എവിടെയാണ് ജന്മം എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഒരിക്കലും അല്ല. കാരണം ഈശ്വരന്റെ ആ പ്രകാശത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്നു. ആ റിയലൈസേഷന്റെ ആധാരത്തിൽ ആത്മാവ് തന്നെയാണ് തീരുമാനിക്കുന്നത് എവിടെ പോയി ജന്മം എടുക്കണമെന്ന്. ഈശ്വരനാണോ നിങ്ങൾക്ക് ശിക്ഷ തരുന്നത്? അപ്പൊ പറഞ്ഞു, ഒരിക്കലും അല്ല. മെജോറിറ്റിയും പറഞ്ഞത് ഈശ്വരനല്ല ശിക്ഷ തരുന്നത്, കാരണം ഈശ്വരൻ സ്നേഹത്തിന്റെ സാഗരമാണ്. ആ സ്നേഹത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വയം റിയലൈസേഷൻ ഉണ്ടാവുന്നതാണ്. മനസ്സിന്റെ ആ ഒരു എന്താ പറയാ പശ്ചാത്താപം നമ്മൾ പറയില്ലേ, അതാണല്ലോ ശിക്ഷ. അത് ആത്മാവ് തന്നെ അനുഭവിക്കുന്നതാണ്. ഇപ്പോ വളരെ വലിയൊരു തെറ്റ് ചെയ്തു, വളരെ വലിയ തെറ്റ് ചെയ്തിട്ട് എൻ്റെ മുന്നിൽ വരുമ്പോഴും ഞാൻ വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളോട് പെരുമാറുന്നു. വേറൊരാള് ആ തെറ്റ് ചെയ്തതിൽ നിങ്ങളെ അത്രയും ദേഷ്യപ്പെടുന്നു. ഏതിലായിരിക്കും നിങ്ങൾക്ക് തെറ്റിന്റെ കൂടുതൽ റിയലൈസേഷൻ ഉണ്ടാവുന്നത്? ആ വഴക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടു കൂടിയുള്ള എൻ്റെ സമീപനത്തിലായിരിക്കും നിങ്ങൾക്ക് റിയലൈസേഷൻ ഉണ്ടാവുന്നത്, മാറ്റം വരുത്തണമെന്നുള്ള തോന്നലുണ്ടാകുന്നു. സെയിം അത് തന്നെയാണ് ഈശ്വരനും ചെയ്യുന്നത്. ഈശ്വരൻ എപ്പോഴും സ്നേഹമേ തരുന്നുള്ളൂ, ശിക്ഷ ഒരിക്കലും ഈശ്വരൻ തരുന്നില്ല. നമുക്ക് ആ സ്നേഹത്തിൽ റിയലൈസേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ കർമ്മത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്, അത് പരിവർത്തനപ്പെടുത്തണം എന്ന തോന്നൽ ഉണ്ടാവുകയാണ്, അത് തീർക്കണം എന്നുള്ള തോന്നൽ ആത്മാവിനുണ്ടാകുന്നു. അപ്പൊ ആത്മാവ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാണ്, കർമ്മത്തിന്റെ ഇതിനനുസരിച്ച്. കർമ്മത്തിനനുസരിച്ച് പിന്നെ അവരിതും പറഞ്ഞു, എങ്ങനെയുള്ള ശരീരം കിട്ടണം അതും തീരുമാനിക്കുന്നത് ആത്മാവിന്റെ കർമ്മമാണ്. എങ്ങനെയുള്ള ശരീരം കിട്ടണം, എവിടെ ജന്മം കിടക്കണം, എങ്ങനെയുള്ള അമ്മയും അച്ഛനെയും കിട്ടണം, എങ്ങനെയുള്ള ബന്ധങ്ങളെ കിട്ടണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് എൻ്റെ കർമ്മമാണ്. കാരണം ഞാൻ തീരുമാനിക്കുകയാണല്ലോ എൻ്റെ കർമ്മത്തിനനുസരിച്ച് ഇന്നടുത്ത് പോയിട്ട് അത് അക്കൗണ്ട് സെറ്റിൽ ചെയ്യാം, ക്ലിയർ ചെയ്യാം. പിന്നെ ജന്മമെടുത്ത് ഒരു 1-1.5 വർഷത്തോളം നല്ലവണ്ണം ഓർമ്മയുണ്ടായിരിക്കും ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഇവിടെ വന്നേന്നുള്ളത്. പിന്നെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ അതെല്ലാം മറക്കാൻ തുടങ്ങും. കാരണം മറ്റേത് ആത്മാവ് സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. കൊച്ചു ശരീരത്തിലിരിക്കുമ്പോൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ പിന്നെ എന്താ ഉണ്ടാകുന്നത്? ഓരോരോരോ ബന്ധങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഇത് അമ്മ, ഇത് അച്ഛൻ, ഇത് സഹോദരങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങുകയല്ലേ. അപ്പൊ പതുക്കെ പതുക്കെ ആത്മാവ് അറ്റാച്ച്മെന്റിലേക്ക് വരുന്നു. അപ്പോൾ മറക്കുന്നു ഞാൻ എന്തിനു വേണ്ടി ഇവിടെ വന്നത്. അങ്ങനെ അറ്റാച്ച്മെന്റിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ബന്ധങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങുമ്പോൾ, പിന്നെ അവരിൽ നിന്നുണ്ടാകുന്നത് ആത്മാവിന് ഒന്നെങ്കിൽ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ദുഃഖമോ വേദനയോ അല്ലെങ്കിൽ ദേഷ്യമോ ഈർഷ്യ എന്താണോ ഇത് വരുന്നു.
അപ്പൊ എന്താണ്, ഒരു കണക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോ അവരുടെ പെരുമാറ്റം ചിലപ്പോ എന്റെ കൂടെയുള്ള ആളെ എന്നെ വളരെയധികം വെറുക്കുന്നുണ്ടാവും. ആ അല്ലെങ്കിൽ എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ആത്മാവിന് വിഷമം ഉണ്ടാകുമ്പോൾ തിരിച്ചെങ്ങനെ പ്രതികരിക്കുന്നു? അവിടുന്ന് ദേഷ്യപ്പെടുകയാണെങ്കിൽ തിരിച്ചും ദേഷ്യപ്പെടുന്നു. ഒരു കണക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, വേറൊരു കണക്കും കൂടി ഉണ്ടാക്കി വെക്കുക ചെയ്യുന്നത്. ശാന്തമായി പ്രതികരിച്ചുകൊണ്ട് ഇത് ഞാൻ കൊടുത്തതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ, ഇന്ന് എൻ്റെ അടുത്തേക്ക് എന്തെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതെല്ലാം ഞാൻ നേരത്തെ കൊടുത്തതാണ്, എന്നിൽ നിന്നും പോയിട്ടുള്ളതാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതിന് ഇപ്പോൾ എങ്ങനെ ഞാൻ പ്രതികരിക്കണം, ഇറ്റ്സ് മൈ ചോയ്സ്. അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. വേണമെങ്കിൽ അവരുടെ ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ അവരുടെ ആ സ്വഭാവത്തെ അത് എനിക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എന്നാലും കർമ്മത്തിന്റെ ഈ ഗതി മനസ്സിലാക്കി ശാന്തമായി പ്രതികരിക്കുന്നു, സ്നേഹത്തോടുകൂടി പ്രതികരിക്കുന്നു. ഇങ്ങനെ ശാന്തമായി സ്നേഹത്തോടുകൂടി കണക്കുകൾ ഉണ്ടാക്കാതെ നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ജ്ഞാനവും രാജയോഗത്തിന്റെ ശക്തിയും വേണം. ബാബയുടെ ഓർമ്മയിൽ കൂടി ആത്മാവിൽ ശക്തി വരണം, അല്ലാതെ സാധിക്കില്ല. അറിയാമെങ്കിലും അതുപോലെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റണ്ടേ? അതിനാണ് ബാബയുടെ ഓർമ്മ. അതിനാണ് നമുക്ക് ബാബയുടെ ഓർമ്മ വേണ്ടത്. അതുകൊണ്ട് ഇന്ന് എൻ്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുക, എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിലേക്ക് വരല്ലേ. ഇപ്പം മകന്റെ ഈ രീതിയിലുള്ള പ്രവൃത്തി കാണുമ്പോൾ വിഷമിക്കുന്നതിന് പകരം ഈ സമയത്ത് എന്താ ചെയ്യാൻ പറ്റുക? ടെൻഷൻ പിടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ടെൻഷൻ ഇതറിയാമെങ്കിലും ടെൻഷൻ പിടിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാബയുമായിട്ട് കണക്ഷൻ വേണം, അല്ലാതെ പറ്റില്ല. ആ സുപ്രീം പവറിന്റെ സഹയോഗത്തിൽ കൂടി മാത്രമേ നമുക്കത് സാധിക്കുള്ളൂ. കാരണം ആത്മാവുമായിട്ടുള്ള ഇപ്പൊ കടുത്ത ബന്ധങ്ങളാണ്. കാരണം കലിയുഗത്തിന്റെ അന്തിമമാണ്, അക്കൗണ്ട് സെറ്റിൽമെന്റിന്റെ സമയമാണ്. അതുകൊണ്ടാണ്. അപ്പോ അവിടെ നമ്മൾ വിഷമിക്കാതെ, കാരണം ഞാൻ എത്ര വിഷമിക്കുന്നുവോ, ഞാൻ എത്ര ദേഷ്യപ്പെടുന്നുവോ, ഞാൻ വളരെ റാഷായിട്ട് പെരുമാറുന്നു, അതിലൂടെ അവരിലേക്ക് നെഗറ്റീവ് എനർജി എത്തുകയാണ്. അവരുടെ പെരുമാറ്റം ഒന്നും കൂടി വഷളാവുകയുള്ളൂ. ആ പെരുമാറ്റം വഷളാകുമ്പോൾ ഞാൻ ഒന്നും കൂടി ടെൻഷൻ പിടിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രവൃത്തി ഒന്നും കൂടി കൂടുതൽ ഇതാവുന്നു. അപ്പൊ നെഗറ്റീവ് എനർജി അവിടേക്ക് പോകുന്നു. ഇതൊരു വിഷ്യസ് സൈക്കിളായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ആരെങ്കിലും ഇതൊന്ന് കട്ട് ചെയ്യണം, ഒന്നെങ്കിൽ മകൻ അല്ലെങ്കിൽ ഞാൻ. ജ്ഞാനം മനസ്സിലാക്കി ഞാൻ കട്ട് ചെയ്യുക. എന്ത്? നെഗറ്റീവ് എനർജി കൊടുക്കുന്നത്. ഇനി ഞാൻ ബോധപൂർവം പോസിറ്റീവ് എനർജി കൊടുക്കുക. അതെങ്ങനെ കൊടുക്കും? മനസ്സിൽ സ്നേഹം കൊണ്ടുവരിക. അതൊരു ആത്മാവാണ്. ഈ ആത്മാവും ബാബയുടെ കുട്ടിയാണ്. ഇത് ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ളതിന്റെ ആണല്ലോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ വിഷമിക്കില്ല. ഞാൻ ബാബയുടെ ഓർമ്മയിൽ കൂടി സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങും. അപ്പൊ ഇതിനൊക്കെ എന്ത് വേണം? ബാബയുടെ ഓർമ്മ നല്ല വേണം, ജ്ഞാനവും വേണം. ദിവസവും ജ്ഞാനം മുരളിയും കേൾക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോ ഇത് എപ്പോ തീരും? നോക്കൂ, ഞാനൊരു 100 അമ്പ് എഴുതിട്ടുണ്ട്.
ഞാനൊരു ഞാൻ 100 അമ്പ് എഴുതിയിട്ടുണ്ട്, നെഗറ്റീവ് അമ്പ് എഴുതിയിട്ടുണ്ട്, അതവിടെ കിടക്കുകയാണ്. അതിന്റെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ബാബയെ തിരിച്ചറിഞ്ഞു, ജ്ഞാനം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, പോസിറ്റീവായിട്ടുള്ളത് കൊടുക്കാൻ തുടങ്ങി. പോസിറ്റീവായിട്ടുള്ളത് കൊടുക്കാൻ തുടങ്ങി. ഉടനെ തന്നെ അത് മാറുമൊന്നുമില്ല, അവിടുന്ന് വരില്ല. കാരണം ഞാൻ 100 നേരത്തെ കൊടുത്തിട്ടേക്കാണ് നെഗറ്റീവ്. ഇപ്പൊ ഞാൻ വെയിറ്റ് ആൻഡ് സീ. റിസൾട്ട് അവിടുന്ന് വരാൻ തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? എന്റെ അടുത്ത് 101ാമത്തെ പോസിറ്റീവ് അമ്പ് അവിടെ എത്തുമ്പോഴാണ്. അതുവരെ ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളെ പേഷ്യൻസ് എന്നുള്ള പാഠം പഠിപ്പിക്കുന്നു. ധൃതി കൂട്ടല്ലേ. നിങ്ങൾ ചെയ്യുന്നതിന്റെ ഇഫക്റ്റ് വരാതിരിക്കില്ല. കൊടുത്തുകൊണ്ടേയിരിക്കൂ. പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കൂ. സ്വയം പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സ്നേഹം, സന്തോഷം, ശാന്തി, ശക്തി, മധുരത, ഇതൊക്കെയാണ് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ. അത് കൊടുത്തുകൊണ്ടിരിക്കും. ഒരു സമയം കഴിയുമ്പോൾ പിന്നെ അത് തിരിച്ചു വരാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇതായിരിക്കണം. അവരിൽ എത്രമാത്രം മാറ്റം വരുന്നുണ്ട് എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. എനിക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകുന്നുണ്ട്, എനിക്ക് ശാന്തമായി ഇപ്പൊ പ്രതികരിക്കാൻ സാധിക്കുന്നു. അവരെത്രയൊക്കെ എന്നോട് വെറുപ്പ് കാണിക്കുമ്പോൾ എനിക്ക് അവരോട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമേ വരുന്നുള്ളൂ. അത് കാരണം എനിക്ക് എത്രമാത്രം സുഖം ഉണ്ടാകുന്നു. റിസൾട്ട് ആ രീതിയിലാണ് പരിശോധിക്കേണ്ടത്. നമ്മൾ നമ്മളോടുള്ള ബന്ധത്തെ നല്ലതാക്കുകയാണ് ആദ്യം. ഓക്കെ, സാധാരണ രീതിയിൽ എല്ലാവരും എത്രമാത്രം ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് എങ്ങനെയാ പരിശോധിക്കുന്നത്? ഞാൻ ആർക്കാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരിൽ എത്രമാത്രം മാറ്റം ഉണ്ടാവുന്നു, അതല്ല ഇവിടെ നോക്കേണ്ടത്. ഇവിടെ നോക്കേണ്ടത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എത്ര സന്തോഷം ഉണ്ടാവുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ആ ദേഷ്യപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ ടെൻഷൻ പിടിക്കുന്നതിന്റെ ഇത് മാറ്റാൻ പറ്റുന്നുണ്ടല്ലോ, ആ രീതിയിൽ. ഇനി സപ്പോസ് വിചാരിക്കൂ ഇത് ടെൻഷന്റെ, ദുഃഖത്തിന്റെ. ഇനി മറ്റൊരു റിലേഷൻ എടുക്കാം, പതി പത്നി, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എപ്പോഴെന്തായത് ഉരസലാണ്. അപ്പൊ സപ്പോസ് വിചാരിക്കൂ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വൈഫിന് എപ്പോഴും വിഷമം, ഏതെങ്കിലും കാര്യത്തിൽ എപ്പോഴും. അപ്പോ എപ്പോഴും ഇങ്ങനെ ആ ഒരു ഇതില് ജീവിക്കുകയാണ്. ഒന്നെങ്കിൽ അവരോട് തിരിച്ച് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ വെറുക്കാൻ തുടങ്ങുന്നു. അപ്പൊ എന്താ ഉണ്ടാകുന്നത്? ഓൾറെഡി ഞാൻ ചെയ്ത് നേരത്തെ കൊടുത്തിട്ടുള്ളതിൻ്റെതായിട്ടാണ് ഇപ്പൊ വന്നേക്കുന്നത്. കൊടുത്തത് കഴിഞ്ഞ ജന്മത്തിലോ ഇപ്പൊ അതിന്റെ മുൻപത്തെ ജന്മത്തിലോ അല്ലെങ്കിൽ അതിന്റെ മുൻപത്തെ ജന്മത്തിലോ ഏതെങ്കിലും സമയത്തായിരിക്കും. ഞാനൊരു കടയിൽ പോയിട്ട് 1000 രൂപയ്ക്ക് സാധനം വാങ്ങി. എന്നിട്ട് ഞാൻ ആ കടക്കാരനോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, ഞാൻ പിന്നീട് കൊണ്ടുതരാം. ഞാൻ അന്ന് കടയിൽ പോയി സാധനം വാങ്ങിയപ്പോ പച്ച സാരി ഉടുത്തിട്ടാ പോയത്. പിന്നീട് ഞാൻ കുറെ ദിവസങ്ങൾക്ക് ശേഷം ആ 1000 രൂപ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഞാൻ ഒരു ചുമന്ന സാരി ഉടുത്താണ് ആ കടയിൽ പോകുന്നത്. ആ കടയിൽ പോകുമ്പോ കടക്കാരൻ എന്നോട് ചോദിക്കുകയാണ്, അന്ന് നിങ്ങള് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് പൈസ തന്നില്ലല്ലോ, അത് എവിടെ എന്ന് ചോദിക്കുമ്പോ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ആ ആളല്ലാന്ന്. സാരി മാറിയത് കൊണ്ട് ഞാൻ ആള് മാറില്ല, ഞാനത് കൊടുത്തേ പറ്റൂ. കൊടുത്തില്ല എങ്കിൽ തട്ടിപ്പറിച്ചു വാങ്ങും അല്ലേ? അതേപോലെ അതൊരു ഈ സാരിയുടെ കാര്യം. ഇത് ശരീരമാകുന്ന വേഷം. ശരീരമാകുന്ന വേഷം മാറിയത് കൊണ്ട് ചെയ്ത ആള് മാറുന്നില്ല. ഒരു ശരീരത്തിലിരുന്നു കൊണ്ട് ചെയ്തത് ആത്മാവാണ്. അപ്പൊ വേറെ ശരീരം എടുത്തിട്ടാണെങ്കിലും നമ്മുടെ മുന്നിൽ അത് വരിക തന്നെ ചെയ്യും. ഞാൻ സന്തോഷത്തോടുകൂടി ക്ലിയർ ചെയ്തില്ല എങ്കിൽ ആ രീതിയിൽ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു കാര്യം നോക്കുക, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ പ്രശ്നം ഉണ്ടാകും. ഒരു കാര്യം നോക്കുക, എന്റെ ഏത് ഭാഗത്താ മാറ്റം വരുത്തേണ്ടത് അതറിഞ്ഞിരിക്കണം കേട്ടോ. എന്റെ ഏതെങ്കിലും സ്വഭാവമാണ് ഈ പ്രശ്നത്തിന് കാരണമെങ്കിൽ ആ
ആ സ്വഭാവത്തെ നമ്മൾ സ്വയം ചേഞ്ച് ചെയ്യണം. അതിനും ബാബയുടെ ഓർമ്മ നമ്മളെ സഹായിക്കും. നമ്മുടെ ഭാഗത്ത് നിന്നുള്ളത് മാറ്റാനുള്ളത് മാറ്റിക്കൊണ്ടിരിക്കണം. പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് മനസ്സിലാക്കിക്കോളൂ, ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ളതിന്റെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ മനസ്സിനെ സ്റ്റേബിൾ ആക്കുക. നോക്കൂ, അതിന് നല്ല കുറച്ചൊരു പ്രയത്നമുണ്ട് അല്ലേ? പ്രാക്ടിക്കൽ ഞാൻ അവിടെ ജീവിക്കുകയാണ്. മാറി നിൽക്കുന്ന ഒരാൾക്ക് ഉപദേശങ്ങൾ തരാൻ പറ്റും. പക്ഷെ അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ജ്ഞാനവും ബാബയുടെ ഓർമ്മയുടെ ബലവും ഇല്ലാതെ അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് രാജയോഗത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നത്, ജ്ഞാന മുരളിക്ക് ഇത്രയും പ്രാധാന്യം വരുന്നത്. ബാബയെ അവിടെ നമ്മൾ ആ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതിന് ഞാൻ നേരത്തെ കൊടുത്തതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യത്തെ ഞാൻ കൊടുത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഐ എം ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ ഓൺ കർമ്മ. ഞാൻ മറ്റുള്ളവരെ പഴിചാരുന്നത് നിർത്തി ഞാൻ എൻ്റെ കർമ്മത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇനി അവിടെ നിങ്ങൾക്ക് സുഖം വരാൻ തുടങ്ങും. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തില്ലേ? എന്റെ കർമ്മത്തിന്റെ തന്നെയാണ്. ആരെയും ഞാൻ പഴിചാരുന്നില്ല. എന്തുകൊണ്ടെന്നുള്ള ചോദ്യം എനിക്കില്ല. ഇതെന്താ ഇവരിങ്ങനെ എന്നോട് പെരുമാറുന്നത്? ഇതെന്താ ഞാൻ ഇത്രയും സ്നേഹത്തോടെ പെരുമാറിയിട്ടും ഇവരെന്താ ഇങ്ങനെ എന്നിൽ നിന്ന് അകന്നു പോകുന്നത്? നമുക്ക് ചോദ്യം ഉണ്ടാവില്ല. കാരണം ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെയാണെങ്കിലും നേരത്തെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ മുന്നിൽ വരുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് വിധി. വിധി പാസ്റ്റിലെ കർമ്മത്തിന്റെ റിസൾട്ട്, ഫലത്തെയാണ് നമ്മൾ ഈ വിധി എന്ന് പറയുന്നത്. വിധിയെ മറികടക്കാനുള്ള ഒരേ ഒരു മാർഗം പ്രസന്റ് കർമ്മ മോർ പവർഫുൾ ആക്കുക. ഈ സമയത്ത് നമ്മുടെ കർമ്മം വിധിയേക്കാൾ ശക്തമാക്കുക. പാസ്റ്റ് കർമ്മയുടെ ഫലം എൻ്റെ മുന്നിൽ വരുന്നതിനേക്കാൾ സ്ട്രോങ് ആക്കുക ഈ സമയത്ത് നമ്മുടെ കർമ്മം. സ്ട്രോങ് കർമ്മ, പവർഫുൾ കർമ്മം എന്ന് പറഞ്ഞ ഏതാണ്? സ്നേഹവും സന്തോഷവും മാധുര്യവും ക്ഷമയും ബാബയുടെ ഓർമ്മയും നിറഞ്ഞ കർമ്മം. ബാബ പറയുന്നത് പോലെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതാണ് ബാബയുടെ ശ്രീമത്ത് അനുസരിച്ചുള്ള കർമ്മം, ശ്രേഷ്ഠമായ നിർദ്ദേശം. ബാബ എങ്ങനെയാ നമ്മളോട് ജീവിക്കാൻ പറയുന്നത് അതുപോലെ നമ്മൾ ജീവിക്കുമ്പോൾ ആ കർമ്മത്തെയാണ് പവർഫുൾ കർമ്മം എന്ന് പറയുന്നത്. അതിൽ കൂടി നമ്മുടെ വിധിയെ പോലും നമുക്ക് മറികടക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മുന്നിൽ വരുമ്പോൾ അത് നമ്മളെ ഏശില്ല, നമുക്കൊന്നുമായിട്ട് തോന്നില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോ അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ മുന്നിൽ എന്തെല്ലാം വരുന്നുണ്ടോ അതിന്റെ ശരിയായിട്ടുള്ള രീതിയിൽ ജ്ഞാനത്തിന്റെ വശം ഉപയോഗിച്ച് ചിന്തിക്കുക, ദുഃഖിക്കാതിരിക്കുക, ടെൻഷൻ പിടിക്കാതിരിക്കുക. എങ്ങനെയാ നമുക്ക് ഈ സമയത്ത് ജീവിക്കേണ്ടത്? എപ്പോഴും ഒരു കാര്യം ഓർമ്മിക്കുക, ഞാൻ ഈശ്വരന്റെ കൈയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. ബാബയ്ക്ക് ഈ കൈയില്ല, പ്രകാശബിന്ദുവാണ്. പക്ഷെ എന്നാലും ചിന്തിക്കുക, ബാബയുടെ കൈയാണ് ശ്രീമതം, ശ്രേഷ്ഠമായ നിർദ്ദേശം. അതാണ് ജ്ഞാനമുരളി. ഞാൻ ഈശ്വരന്റെ കൈയാ മുറുകെ പിടിച്ചിരിക്കുന്നത്. സർവശക്തനായ ബാബ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ബാബയുടെ കുട്ടിയാണ്. അങ്ങനെ ബാബയെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ സമയത്ത് മുന്നോട്ട് പോവുക. അങ്ങനെ ഈശ്വരൻ, ഒരേ ഒരു ബലം, ഒരേ ഒരു ആശ്രയം. ഇതെല്ലാം മനസ്സും ബുദ്ധിയും കൊണ്ടുള്ളതാണ്. പുറമെ ചെയ്യാനുള്ള കർമ്മം എല്ലാം നമ്മൾ ചെയ്യണം. നമ്മൾ ബന്ധങ്ങളെ നല്ലതാക്കി വച്ച് തന്നെ മുന്നോട്ട് പോകണം. ബന്ധങ്ങളെ, ബാബ ഒരിക്കലും ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ പറയുന്നില്ല. നമുക്കത് പറ്റുകയും ചെയ്യും. കാരണം എന്താ? ബന്ധങ്ങളില്ലാതെ ഈ ലോകത്തില് ജീവിതമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ബന്ധങ്ങളെ നല്ലതാക്കി വെച്ച് മുന്നോട്ട് പോവുക. ആ
ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഫിസിക്കലായിട്ട് ദൂരെ മാറിയിരിക്കേണ്ടി വരുന്നു, ഏതെങ്കിലും ഒരു കാര്യം, പക്ഷെ അപ്പോഴും മനസ്സുകൊണ്ട് ആ വ്യക്തിയെ വെറുക്കാതിരിക്കുക, മനസ്സുകൊണ്ട് ആ വ്യക്തിയോട് ദേഷ്യം തോന്നാതിരിക്കുക. ആ വ്യക്തിയുടെ പ്രവൃത്തി കാരണം ചിലപ്പോൾ നമുക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നു, പക്ഷെ അപ്പോഴും മനസ്സുകൊണ്ട് ബാബയുടെ നിർദ്ദേശമാണ്, നിങ്ങൾ അവരെ ആത്മാവായിട്ട് കാണുന്നു. ഏതോ കർമ്മത്തിൻ്റെത് മാറിക്കൊണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്, കണക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിചാരിച്ച് മനസ്സുകൊണ്ട് നല്ല വൈബ്രേഷൻ കൊടുക്കും. ഇതിന്റെ എല്ലാത്തിന്റെ ആധാരം ബാബയുടെ ഓർമ്മയാണ്. ഇപ്പൊ ബന്ധങ്ങളിൽ കൂടി ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുഃഖം, സുഖത്തിന്റെ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ദുഃഖത്തിന്റെ എടുത്ത് പറയുന്നത്. ഈർഷ്യയും വെറുപ്പിന്റെയൊക്കെ ആണല്ലോ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വേദന ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലെല്ലാത്തിലും നമുക്ക് ബാബയെ കൂട്ടുപിടിച്ച്, ഈശ്വരനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകണം. ബന്ധങ്ങൾ എപ്പോഴും നല്ലതാക്കി തന്നെ വെക്കണം. ഇനി എങ്ങനെയാണ് ഫൈനാൻഷ്യൽ പ്രോബ്ലം? ഇപ്പോൾ ഞാൻ ബന്ധങ്ങളിൽ ഉണ്ടാകുന്നത് മനസ്സുകൊണ്ട് വേദനിച്ചാണ് തീർക്കുന്നതെങ്കിൽ അതിനെയാണ് പറയുന്നത് ശിക്ഷകളിൽ കൂടി കണക്കുകൾ സെറ്റിൽ ചെയ്യുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് ഇത്രയൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ മറിച്ച് വളരെ ശാന്തമായിട്ട് നോക്കൂ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാട്ടോ. പറയേണ്ട സ്ഥാനത്ത് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാം. പക്ഷെ നമ്മൾ വ്യക്തമാക്കുന്ന രീതിയെ ബാബ പറയുന്നുള്ളൂ. മധുരമായിട്ടായിരിക്കണം, ക്ഷമയോടുകൂടിയായിരിക്കണം, ശാന്തതയോടുകൂടിയായിരിക്കണം. സ്ട്രിക്റ്റ് ആവേണ്ട അടുത്ത് നമ്മൾ സ്ട്രിക്റ്റ് ആവണം. അമ്മ മകന്റെ അടുത്ത് പറയണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ പറയുന്നത് യുക്തിയുക്തമായിരിക്കണം, വേണ്ട സമയത്ത് വേണ്ടതുപോലെ ആയിരിക്കണം. മനസ്സിൽ നല്ല ഭാവന വെച്ചുകൊണ്ട് പറയണം. നന്നാവാനൊന്നും പോകുന്നില്ല, എത്ര കാലം ഞാൻ പറയാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് പുറമേ നല്ല സ്നേഹത്തോടു കൂടി പറയും, പക്ഷെ മനസ്സിലെ ഭാവന നന്നാവാനൊന്നും പോകുന്നില്ല. അങ്ങനെ ആയിരിക്കരുത്. ആദ്യം മനസ്സിലെ ഭാവന നല്ലതാക്കും, എന്നിട്ട് പറയും. അപ്പൊ ഇത് തെറ്റായ ധാരണ വരരുത്. മിണ്ടണ്ടാന്നോ ചെയ്യണ്ടാന്നോ ഒന്നുമല്ല പറയുന്നത്, പക്ഷെ ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തും, ചിന്തിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ബന്ധങ്ങളെ നല്ലതാക്കി കൊണ്ടുപോകുന്നുവെങ്കിൽ സന്തോഷത്തോടുകൂടി അക്കൗണ്ട് ക്ലിയർ ചെയ്യാനും. ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് എത്ര പരിശ്രമിച്ചിട്ടും ബന്ധങ്ങളിലുള്ള അത് ശരിയാവുന്നില്ല എങ്കിൽ നിങ്ങൾ അത് സമയത്തിന് വിട്ടുകൊടുക്കും. ഒരു സമയം കഴിയുമ്പോൾ ക്ലിയർ ആകും. നമ്മുടെ മനസ്സുകൊണ്ട് ശാന്തമായിട്ടിരിക്കുക. നല്ല ഭാവന വെക്കുന്നത് വിടരുത്. നമ്മൾ എത്ര ചെയ്തിട്ടും പിന്നെയും അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെങ്കിൽ സമയത്തിന് വിട്ടുകൊടുക്കും. ബാബയിലും നിശ്ചയം വെക്കും, എന്നിട്ട് മുന്നോട്ട് പോകും. ഇനി ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിന്റെയും ശാരീരിക രോഗങ്ങളുടെ എങ്ങനെയാണ് അത് അടുത്ത ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ. അപ്പൊ നാളെ 7:45 നാളെ നമുക്ക് 7:45 കർമ്മത്തിൻ്റെതും നാളെ ജസ്റ്റ് നമുക്ക് മുരളി എന്താണെന്നുള്ളതും കൂടി തുടങ്ങാം. ഓക്കെ, 1 മിനിറ്റ് ബാബയെ ഓർമ്മിക്കും.